നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ എന്ന കൽപ്പനയുള്ള ആയത്താണത്. ഈ ആയത്ത് കേട്ടപ്പോൾ സുജൂദിൽ വീണു. വബക്കാ, അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. അല്ലാഹു സലാത്ത് എല്ലാം പറഞ്ഞിരിക്കുകയാണ്. സുജൂദിൽ വീണു ശുക്റിന്റെ സുജൂദ് ചെയ്തു പൊട്ടിക്കരഞ്ഞത് കൊണ്ടാണ് മസ്ജിദു ശുക്ർ എന്ന പേര്. ആ സലാത്തിന്റെ ആയത്തിറങ്ങിയത് കൊണ്ടാണ് മസ്ജിദു സലാത്ത് എന്ന പേര്. സുജൂദ് ചെയ്തത് കൊണ്ടാണ് മസ്ജിദു സജദ എന്ന പേര്. അവിടെ ഉത്തരം കിട്ടുന്ന പള്ളിയായതുകൊണ്ടാണ് മസ്ജിദുൽ ഇജാബ എന്ന പേര്. അങ്ങനെ ഓരോ പേരിനും വ്യാഖ്യാനമുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് പറയണേ മുഅ്മിനേ, ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയേ. ഈ കുട്ടികൾ മാത്രം, എല്ലാവരും ഒന്ന് ഇൻഷാ അല്ലാഹ് പറയും. നിങ്ങൾക്ക് അവിടെ പോകാൻ അവസരം ഉണ്ടായാൽ ഞങ്ങളവിടെ 5 മിനിറ്റ് കൊണ്ട് തീരില്ലേ? അല്ലാഹുവേ, എനിക്ക് ഹബീബിന്റെ പേരുള്ള സലാത്തിന്റെ ഇജാസത്ത് ലഭിക്കണം എന്ന് പറയാൻ 5 മിനിറ്റ് അല്ലേ വേണ്ടോ? 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം പോരെ? ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ് മുഅ്മിനേ, ഹബീബേ ഹജ്ജിനാണ് പോയതെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ മദീന വിടുന്നതിന്റെ മുമ്പേ ഫിൽ യഖ്ളതി ഔ ഫിൽ മനാം, സ്വപ്നത്തിലോ ഉണർച്ചയിലോ അല്ലാഹുവിന്റെ റസൂൽ വന്ന് നിങ്ങൾക്ക് സമ്മതം തരും. അതില്ലാതെ നിങ്ങൾ മദീന വിടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പറ്റുക ചെയ്തോളൂ. സാധ്യത വളരെ 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 കുറവാണെന്ന് എനിക്ക് സദസ്സിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പറ്റുക ചെയ്ത് നോക്കിയിട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടൊക്കെ ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘിച്ച് പറയാനുള്ള പരിമിതി ഉള്ളത് കൊണ്ടാണ്. ഒന്നാമത് 2 മണിക്കൂറായല്ലോ. മാത്രമല്ല എനിക്കിനി തിരിച്ചോടണം. ഞാൻ നമ്മുടെ ഈ 2 ഉസ്താദുമാരെ വിചാരിച്ച് മാത്രം ഇങ്ങോട്ട് വന്നതാണ്. ഒരുപക്ഷെ ഇങ്ങോട്ടുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും വരവ്. നിങ്ങളെ കാണാനും പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞതിലുള്ള എല്ലാ സന്തോഷവും അറിയിക്കുകയാണ്.